തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് സഹോദരിയെ വെട്ടിക്കൊന്നു. പേരുമലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. യുവാവ് മാതാവിനെയും സഹോദരിയെയും വെട്ടുകയായിരുന്നു. മാതാവിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടായിരുന്ന മറ്റൊരാൾക്കും വെട്ടേറ്റു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. വെഞ്ഞാറമ്മൂട് പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പേരുമല സ്വദേശി അസ്നാൻ, 23 വയസ്സുള്ള അസ്നാനാണ് ഈ ക്രൂരകൃത്യം നടത്തിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, വലിയ നടുക്കമുണ്ടാക്കുന്ന വാർത്തയാണ്. എന്താണ് സംഭവിച്ചത്? പോലീസ് പറയുന്നത് എന്താണ് ഷഫീദ്? റിജിത്ത്, വിചിത്രമായ സംഭവമാണ് വെഞ്ഞാറമ്മൂട് പേരുമല എന്ന സ്ഥലത്ത് അല്പസമയം മുൻപ് നടന്നത്. പേരുമല സ്വദേശി അസ്നാൻ 23 വയസ്സുള്ള ആളാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇയാൾ താൻ ഒന്നിലധികം കൊലപാതകം നടത്തി എന്ന് പറഞ്ഞ് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് പോലീസ് ഈ വിഷയത്തിൽ കൺഫർമേഷൻ ആരംഭിച്ചത്. കൺഫർമേഷനിൽ ഇയാൾ തലക്കടിച്ചും അതേപോലെ തന്നെ വെട്ടിയും ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 പോലീസ് സ്റ്റേഷൻ പരിധിയിലായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇയാളുടെ കുടുംബത്തിൽ ഇയാൾ അക്രമം നടത്തി, അതേപോലെ തന്നെ മറ്റു ചില സ്ഥലത്തും ഇയാൾ അക്രമം നടത്തി എന്നുള്ളൊരു വിവരം പോലീസിനുണ്ട്. ഏതായാലും വെഞ്ഞാറമ്മൂട്ടിൽ നിന്നും പാങ്ങോടിൽ നിന്നുമൊക്കെ പോലീസ് സംഘം ഇയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇയാൾ ഈ വീട്ടിലെ രണ്ടുപേരെ വെട്ടിയ ശേഷം വീട്ടിലെ ഗ്യാസ് തുറന്നു വിട്ടു എന്നതടക്കമുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഏതായാലും മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിചിത്രമായ ഒരു സംഭവം അല്പസമയം മുൻപ് വെഞ്ഞാറമ്മൂട്ടിൽ നടക്കുകയാണ്. അല്പസമയം മുൻപ് ഫയർഫോഴ്സ് ഉൾപ്പെടെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ അസ്നാൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി വിവരം നൽകുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് ഈ സ്ഥലത്ത് പരിശോധന നടത്തിയത്. ഈ പരിശോധന നടത്തിയപ്പോൾ ഒരു ഡെത്ത്, അത് സഹോദരി എന്ന് പോലീസ് പ്രാഥമികമായി പറയുന്നുണ്ട്, ഒരു ഡെത്ത് പോലീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇയാൾ ഈ വീടിന് അടുക്കള ഭാഗത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഫയർഫോഴ്സിനെ അടക്കം അവിടേക്ക് വരുത്തി. ആ ഭാഗത്തേക്ക് പോലീസിന് അടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ 2 വിവരം കൂടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ 2 വിവരം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണം നടത്തി വരികയാണ്. ഇയാൾ ഒരു പെൺകുട്ടിയുമായിട്ട് കാരണം എന്താണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ഈ ഘട്ടത്തിൽ പോലീസിൽ നിന്ന് ലഭ്യമാകുന്നുണ്ടോ ഷഫീ? ഈ ഒരു പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ പോയത് എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ നൽകുന്ന വിവരം. റിജിത്ത്, ഇതിൽ പോലീസിന് ആകെ കിട്ടിയിരിക്കുന്നു 1.5 മണിക്കൂർ മുൻപ് ഈ സംഭവത്തിൽ പോലീസിന് ആദ്യം കിട്ടിയത് അസ്നാൻ നേരിട്ട് വന്ന പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പറയുകയായിരുന്നു. അതായത് 23 വയസ്സുള്ള അസ്നാൻ, അയാളെ പോലീസിന്റെ റെക്കോർഡിൽ അഫാൻ എന്നും പറയുന്നുണ്ട്. ഇയാൾ 6 പേരെ കൊന്നെന്ന് പറഞ്ഞിട്ടാണ് വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇയാൾ ഇപ്പോൾ വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിലുണ്ട്. അയാളുടെ മൊഴി പ്രകാരം പേരുമലയിൽ 3 പേരെയും ചുള്ളാളത്ത് 2 പേരെയും പാങ്ങോട് ഒരാളെയും ഇയാൾ ആക്രമിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൽ ഒരാളുടെ മരണം ഒരു സ്ത്രീയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് സഹോദരിയാണ് എന്നുള്ള സംശയം പോലീസിനുണ്ട്. അതാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. പ്രതി പറഞ്ഞതനുസരിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസ് കൺഫേം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഒരു മരണം പോലീസ് സ്ഥിരീകരിച്ചത്. ഏതായാലും ഈ സംഭവ സ്ഥലത്തേക്ക്, അതായത് അക്രമം നടത്തിയ ഒരു വീട്ടിലേക്ക് പോലീസിന് ഇതുവരെയും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടേക്കുന്നു എന്ന് പ്രതി തന്നെ പറഞ്ഞു. മാത്രമല്ല അവിടെ ഗ്യാസിന്റെ സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫയർഫോഴ്സിനെ കൂടെ എത്തിച്ചത്. ഏതായാലും വളരെ വിചിത്രമായിട്ടുള്ള ഒരുപക്ഷെ വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് അല്പസമയം മുൻപ് നടന്നിട്ടുണ്ട്. പോലീസ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രോസ് ചെക്ക് ചെയ്ത് വരികയാണ്. ഏതായാലും ഒരു പെൺകുട്ടിയെ ഇയാൾ വിളിച്ചിറക്കി കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട തർക്കം, അതാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമ സംഭവത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. സഹോദരിയെ കൊലപ്പെടുത്തി എന്നാണ് ഇയാൾ ആദ്യം പറഞ്ഞത്. അതനുസരിച്ച് പോലീസ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ മൃതദേഹം ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് പോലീസ് അത് സഹോദരിയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത്. പക്ഷേ ഈ പ്രതി ഇങ്ങനെ മൊഴി മാറ്റി പറയുന്നതടക്കം പോലീസിന് വലിയ തരത്തിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഏതായാലും പ്രാഥമികമായി നമുക്ക് ലഭിച്ച വിവരം, ഈ അസ്നാൻ പോലീസ് റെക്കോർഡിൽ അഫാൻ എന്ന് പറയപ്പെടുന്ന 23 വയസ്സുകാരൻ താൻ 6 പേരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നതിൽ ഒരു ഡെത്ത്, ഒരു മർഡർ കൺഫേം ചെയ്തിട്ടുമുണ്ട്. റീജിത്ത, ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു. 6 പേരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ 23-കാരൻ അസ്നാൻ എന്ന 23-കാരൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഒരു മരണം സ്ഥിരീകരിക്കുന്നു. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് പോരുമലയിൽ സഹോദരിയാണ് ഈ യുവാവ് വെട്ടിക്കൊന്നിരിക്കുന്നത്. മാതാവിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ ശേഖരിക്കുന്നുണ്ട്. വീട്ടിലുണ്ടായിരുന്ന മറ്റൊരാൾക്കും വെട്ടേറ്റിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.